ബബ്ബബ്ബ കുറേ നാൾക്ക് ശേഷം ദിലീപേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ഗ്ലിംസ് ഇന്ന് ദിലീപേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് പുറത്തിറക്കുമെന്ന് നേരത്തെ തന്നെ ചിത്രത്തിൻ്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം 6 മണിക്ക് പുറത്തിറങ്ങുമെന്ന് പറയട്ടെ, പിന്നെ 9 മണി ആയിട്ടും ചിത്രത്തിൻ്റെ ടീസറൊന്നും അല്ലെങ്കിൽ ഗ്ലിംസ് ഒന്നും കണ്ടില്ലായിരുന്നു. പിന്നീട് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ട് നോക്കിയപ്പോൾ ഈ ഒരു ബബ്ബബ്ബ ചിത്രത്തിൻ്റെ ഗ്ലിംസ് എന്ന രീതിയിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല ഇത് തന്നെയാണ് ഗ്ലിംസ് അല്ലെങ്കിൽ വല്ല ഫാൻ മെയ്ഡ് ടീസർ വല്ലതും ആണോ എന്ന്. കാരണം ആ രീതിയിലുള്ള അല്ലെങ്കിൽ പണ്ടത്തെ ദിലീപേട്ടനൊക്കെ നമ്മൾ കാണത്തില്ലേ, ആ രീതിയിലുള്ള ഒരു ലുക്കിലുള്ള പോസ്റ്റർ ആയിരുന്നു ഞാൻ ആദ്യം കണ്ടുള്ളത്. പിന്നീട് ടീസർ കണ്ടു. ആദ്യത്തെ ടീസർ കണ്ടു ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന എനിക്ക് ഈ ഒരു ഗ്ലിംസ് വഴി കിട്ടിയത് അതിലും ഒരു എക്സ്പെക്ടേഷൻ്റെ അങ്ങേ അറ്റമെന്ന് ഞാൻ പറയും. കാരണം ജസ്റ്റ് ഒരു 40-42 സെക്കൻഡ് മാത്രമുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ ഗ്ലിംസിൻ്റെ തുടക്കം മുതൽ ആ ഒരു ദിലീപേട്ടൻ്റെ ഒരു എനർജി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങനെ മൊത്തത്തിലൊരു ചാർജായൊക്കെ നിൽക്കുക എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിൽ ഒരു എന്താ പറയുന്നത്, നമുക്ക് പണ്ടത്തെ ഒരു ഏകദേശം ഒരു 2015-16 അല്ലെങ്കിൽ അതിന് മുമ്പ് 2010 മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിലീപേട്ടനുണ്ട്. പുള്ളിയുടെ ഒരു എനർജി ലെവലുണ്ട്, പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, ആ ഒരു മാസ് ഉണ്ട്. അതെല്ലാം പിന്നീട് നമുക്ക് ഈ ഒരു 2020 ശേഷം ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. പുള്ളി അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു ടീസറിലൂടെ മാത്രം നമുക്ക് ആ ഒരു പുള്ളിയുടെ ആ മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു കംബാക്കിനുള്ള സൂചനകളെല്ലാം തന്നെ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ കാണണമെന്ന് ഈ ഒരു ചിത്രത്തിൻ്റെ അടുത്ത ടീസർ വഴി തന്നെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഈ ഒരു ചിത്രത്തിലും അവർ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച ആദ്യ ഒരു ടീസർ വഴി ഏകദേശം സിനിമയുടെ സീൻസൊക്കെ പുറത്തിറങ്ങി. ഇനി അടുത്ത ഗ്ലിംസിലൂടെ ഇതിലും പുറത്തിറങ്ങുമെന്ന്. 1 മിനിറ്റ് ഒന്നും ഇല്ലാതെ നന്നായി. ഇതൊരു പെർഫെക്റ്റ് ഒരു ഗ്ലിംസിന് പറ്റിയ ഒരു ടൈപ്പ് തന്നെയാണ്. ദിലീപേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇറക്കാൻ പറ്റിയ ഒരു കിടിലൻ ഗ്ലിംസ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പലവരും തന്നെ ദിലീപ് എന്ന ആൾക്ക് ഇനി ഒരു കംബാക്ക് ഇല്ല, അല്ലെങ്കിൽ ദിലീപ് എന്ന ആളുടെ അടുത്തൊരു സിനിമ ഇപ്പോൾ ഹിറ്റ് ആകില്ല, അതിൻ്റെ സൂചനയായിട്ട് ദിലീപേട്ടൻ്റെ കുറേ സിനിമകളൊക്കെ ഇറങ്ങി പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതിനൊരു മറുപടി എന്ന രീതിയിൽ ദിലീപേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത വാട്ടി മിസ് ആവാതെന്ന്. ആ രീതിയിൽ തന്നെ ഇതൊരു കംബാക്കിനുള്ള സൂചന തന്നെ എന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെ ലാലേട്ടൻ്റെ ലാസ്റ്റ് ഇതിൽ ഈ ഒരു ഏറ്റവും ഇവരുടെ ആൾക്കാർ ഈ ഒരു ടീം തന്നെ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ലാലേട്ടനെ ഈ ഒരു ടീസറിൽ എവിടെയും കാണിക്കാതിരുന്നത് തന്നെയാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കൂലിയിൽ അമീർ ഖാനെ കാണിച്ചുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ ലുക്കിലായാലും പുള്ളിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയാലും അല്ലെങ്കിൽ പുള്ളിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലായാലും പുള്ളിയുടെ ആ ഒരു ലുക്ക് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ലുക്ക് എങ്ങനെ ആയിരിക്കുമെന്നുള്ളൊരു ഇന്ന് പോലും തോന്നിയിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് ടീസറിലും പോസ്റ്ററിലും എല്ലാം കണ്ടു. പിന്നെ പുള്ളിനെ തിയേറ്ററിൽ കാണുമ്പോഴും ആ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ട് BGM കൊണ്ട് ഉണ്ടാകുന്ന ഒരു എലിവേഷൻ മാത്രമാണ് പലവരും എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ലാലേട്ടൻ്റെ ലുക്കൊക്കെ ഏകദേശം ഒരു രീതിയിൽ വരുമെങ്കിലും ഈ ഒരു ഇതിലെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ലുക്ക് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ടീസറിൽ അത് ഇല്ലാഞ്ഞത് വളരെ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലാസ്റ്റ് ഒരു ഡയലോഗ് മാത്രമാണ് ലാലേട്ടൻ്റെ ഉള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ ഒരു അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. പക്ഷേ ആ ഒരു വോയിസ് മോഡുലേഷൻ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ തന്നെ ആ ഒരു ക്യാരക്ടർ എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നല്ല രീതിയിൽ തന്നെയുണ്ട്. ദിലീപേട്ടനും ലാലേട്ടനും ഒന്നിക്കുമ്പോൾ അതൊരു വമ്പൻ ട്രീറ്റ് തന്നെ ആയിരിക്കുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ധനഞ്ജയ് ശങ്കർ ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും പുള്ളിയുടെ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള എക്സ്പെക്റ്റേഷൻ സ്കൈ ലെവലാണ്. എങ്ങാണ് ഹെവി പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും വലിയൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ പൊട്ടൻഷ്യൽ ഉള്ള ചിത്രമെന്ന് പറയുന്നത് അത് ഈ ഒരു ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ വഴി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടീസർ വഴി കിട്ടിയതിനെക്കാട്ടിലും ഒരു ഇരട്ടിയായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇരട്ടി പ്രതീക്ഷയാണ് ഈ ഒരു ഗ്ലിംസ് വഴി തന്നെ കിട്ടിയിട്ടുള്ളത്. പുള്ളിയുടെ എന്തായാലും ആ ഒരു ടീസറിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര മോശമാണെന്നല്ല, പക്ഷേ ഈ ഒരു ടീസറിലൊക്കെ കിട്ടിയ ആ ഒരു വൈബ് ഉണ്ട്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ദിലീപേൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ആ ഒരു ആക്ടിങ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ ടീസർ വൈസ് നമുക്ക് ഒരു സിനിമയെ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ലിയോയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ലിയോയുടെ ആ ഒരു ടീസർ എന്ന് പറഞ്ഞാൽ അതിൽ ആ ട്യൂണൊക്കെ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ പലവരും പറഞ്ഞ കാര്യം എന്താ, ഒരു ഹൈ കിട്ടിയില്ല, ഹൈ കിട്ടാനുള്ള BGM ആ ഒരു ചിത്രത്തിൽ ഇല്ല എന്നാണ്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ തെറ്റുമോ എന്നുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ BGM തന്നെയാണ്. ഷാൻ റഹ്മാനാണ് BGM തയ്യാറാക്കുന്നത്. പുള്ളിയുടെ ലവ് ആക്ഷൻ ഡ്രാമയൊക്കെ ആയാലും അല്ലെങ്കിൽ ഗോതയൊക്കെ അതിലൊക്കെ നല്ലൊരു BGM എലിവേഷൻ സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളിയുടെ ആ ഒരു ഈ ഒരു ചിത്രത്തിലൂടെ നല്ലൊരു ഹൈ കിട്ടണേ എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ജെയ്ക്സ് ബിജോയൊക്കെ ആയിരുന്നെങ്കിൽ
നമുക്ക് പറയാം ഒരു ഹൈ എലിവേഷൻ എന്തായാലും നമുക്ക് ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു കൺഫേം ആയിട്ടുള്ള കാര്യമാണെന്ന്. ഷാൻ റഹ്മാൻ ആയതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ബീജിയം വൈസ് നല്ലൊരു ഹൈ കിട്ടണമെന്നാണ്. കാരണം നല്ലൊരു സ്ക്രീൻ പ്രസൻസും നല്ലൊരു എലിവേഷൻ വരുന്ന സീനിൽ നല്ലൊരു ബീജിയം വൈസ് ഒരു ഹൈ വോൾട്ടേജ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു സീൻ തന്നെ കുറച്ച് ഡൗൺ ആയി പോയ പോലെ തോന്നും. അങ്ങനെയാണെങ്കിൽ സിനിമയെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് ബീജിയം ഒക്കെ നല്ലൊരു എലിവേഷൻ ഉള്ള ഒരു കിടിലം ബീജിയം തന്നെ സെറ്റ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും ഒഫീഷ്യൽ തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രം വരുന്ന ഡിസംബർ 18 വേൾഡ് വൈഡ് തിയേറ്ററുകളിലേക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് റിലീസിനെത്താനിരിക്കുന്നത്. എന്തായാലും ദിലീപേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പ്രതീക്ഷയുടെ അപ്പുറമുള്ള ഒരു ടീസറായിരുന്നു വന്നിട്ടുള്ളത്. അതിലും പ്രതീക്ഷയുടെ അപ്പുറമുള്ള ഒരു ഗ്ലിംസും അതുപോലൊക്കെ തന്നെ പ്രതീക്ഷയുടെ അപ്പുറമുള്ള ഒരു സിനിമ ആവട്ടെ ബബ്ബ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങാനും എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് എങ്ങാനും ഈ ഒരു ചിത്രത്തിന് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു വിജയമാകാൻ തന്നെ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഇതുവരെയായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ വൈസ് നല്ല രീതിയിലുള്ള ഹൈപ്പൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് ഒക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടീസർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.